നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ നിന്നെ ആരാധിക്കും ഞാൻ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി എങ്ങനെയുള്ള ദൈവശുശ്രൂഷയാണ്? ആത്മാവിലും സത്യത്തിലുമുള്ള ദൈവശുശ്രൂഷ. കർത്താവ് തന്നെ ആരാധനയുടെ മുഖമുദ്രയെക്കുറിച്ച് പറയണത് എന്താണ്? യഥാർത്ഥ ആരാധകരെ ആത്മാവിനും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായം. ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഉടമ്പടി ഒരു ആരാധനയാണ് ശരിക്കും. എങ്ങനെയാണ് ആരാധനയുടെ മുഖമുദ്രയുള്ള ആരാധന? അവിടെ എന്താ ഉള്ളത്? ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. സത്യത്തിൻ്റെ ശുശ്രൂഷയാണ്. സത്യക്കേട് കാണിച്ചാൽ ശുശ്രൂഷയ്ക്ക് സ്വാഭാവികമായി നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം ഉണ്ടായത് മോഡിയെന്നും പറഞ്ഞ ചേച്ചിയാണ്. ഭോപ്പാലിൽ നിന്നൊരു സാക്ഷ്യം, നിങ്ങൾ അത് കണ്ടു കാണും. എന്താ ഭോപ്പാലുകാരത്തിയുടെ സാക്ഷ്യം, മോഡി ചേച്ചിയുടെ സാക്ഷ്യം എന്താ? അവർ 2019 ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടി എടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. അവരെന്താ പറഞ്ഞത്? ഞാൻ ഉടമ്പടി മാത്രമേ എടുത്തുള്ളൂ, അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. മറ്റു കാര്യങ്ങൾ എന്താണ്? അതിൽ കുറേ ശുശ്രൂഷകളില്ലേ, അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യമുണ്ട്? ആ പ്രാർത്ഥനയുടെ 20% മാത്രമേ അവർ ചെയ്തുള്ളൂ. അതാണ് സംഭവം. അതിൻ്റെ അകത്ത് 40% വേറെ ഉണ്ട്. എന്താ ഉള്ളത്? അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്ന, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ 40% ഉള്ളത് എന്താണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അവൻ പറയണത് പോലെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ 80% അവർ വിട്ടുകളഞ്ഞ്, 80%, അതായത് 40% ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങളുണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, സുവിശേഷ വേല, അതവർ വിട്ടുകളഞ്ഞ്. 40% ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അതും അവർ വിട്ടുകളഞ്ഞ്. അവർ ഏറ്റവും എളുപ്പമുള്ളത് മാത്രം എടുത്ത്. എന്താണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അപ്പോൾ അത് സത്യത്തിൻ്റെ ഉടമ്പടി അല്ല. ശരിക്കും സത്യത്തിൻ്റെ ഉടമ്പടി അല്ല. എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞു ഞാൻ പേപ്പർ പോലും വാങ്ങിച്ചില്ലെന്നാണ് പറഞ്ഞത്. അവരെ സത്യമായിട്ട് പറഞ്ഞു, ചിലർ പേപ്പർ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ്. ചില അണ്ണന്മാർ അതല്ല ചെയ്തിരിക്കുന്നത്, പേപ്പർ വാങ്ങിക്കും, ഇവിടെ വെച്ചിട്ട് പോവും. മനുഷ്യനെന്നറിയാൻ പാടില്ല. പേപ്പർ വാങ്ങിച്ചിട്ട് ന്യൂട്രലിൽ ഇവിടെ വെച്ചിട്ട് പോവും. അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അവർക്ക് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ കഴിയില്ല, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ കഴിയില്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് കഴിഞ്ഞ ആഴ്ചത് 14 കെട്ട്, ഒരു കെട്ട് മേടിക്കാൻ പറഞ്ഞിട്ട് 14 കെട്ട് മേടിച്ച് 14 ജില്ലയിൽ പോയ ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ മത്സരിക്കണത്. മനസ്സിലായില്ലേ? അതിശക്തരായ സുവിശേഷ പ്രവർത്തകരുടെ കൂടെ നിങ്ങൾ ഈ സീറോ സുവിശേഷമുള്ള ആൾക്കാർ മത്സരിക്കണത്. അവിടെയാണ് ഒരു പ്രോബ്ലം മത്സരിക്കുന്നത്. കാര്യം ഇതെന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്ന ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നല്ലോ,
ഇത് ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യത്തിലാണ് ഇത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം അതിൻ്റെ 80% സംഭവങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതാണ്, ചൊല്ലാനുള്ളതല്ല. അപ്പോഴൊരു കള്ളത്തരമായിട്ട് കാപട്യമായിട്ട് വരും. അത് നമ്മൾ ഉടമ്പടിയെ ഏതെങ്കിലും തരത്തിൽ സ്കൾക്ക് ചെയ്യണമെങ്കിൽ അതൊരു കള്ളത്തരമായിട്ട് വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് പിടി കൊടുക്കരുതെന്നാണ് പറയാനുള്ളത്. നിങ്ങൾ പ്രഖ്യാപിത കള്ളന്മാരാണെന്നുള്ളതേ, വിലമടിച്ചുകളാണ്, വിലമടിയന്മാരാണ്, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തവരാണെന്ന്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധപൂർവം വേറെ ആടിനെ പിടരക്കി വെച്ച് കെട്ടി അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ, കുരങ്ങനെ കൊണ്ട് ചൂടുപായസം കുരിക്കണ പോലെയുള്ള കുരങ്ങ് കളിക്കാരാണെന്ന് ദൈവത്തിന് പിടികൊടുക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്താ കാര്യം അറിയാമോ? ഒരിക്കൽ പിടികൊടുത്താൽ കർത്താവ്, ഇപ്പം തന്നെ ഈ ചേച്ചിക്ക് സംഭവിച്ചത് എന്താ? പിറ്റേ ദിവസം അവരുടെ മകൻ, വെറുതെ ഇരുന്ന മകൻ മുകളിലത്തെ 2ാം നിലയിൽ നിന്ന് തലയും കുത്തി താഴെ വീണു. വല്ല കഥയുണ്ടാ? ആ കാശുരം കടുത്തലും ഉണ്ടായത് കൊണ്ട് മാത്രം നടുവ് എല്ലൊടിഞ്ഞില്ല. 2ാം നിലയിൽ നിന്ന് ടെറസിൽ നിന്ന് താഴെ ടൈൽസ് വീണാനുള്ള അവസ്ഥ എന്താണ്? പൊടിഞ്ഞു പോകത്തില്ലേ? അപ്പോൾ ഉടമ്പടി സംരക്ഷണം ഉണ്ടായത് കൊണ്ട് ആണ് ആ മകൻ ഒരു ചെറിയ 10 ദിവസത്തെ റെസ്റ്റ് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അപ്പം ഉടമ്പടി സംരക്ഷണം എന്ത് ശക്തമാണെന്ന് ചോദിക്കേ. ഈ 2ാം നിലയിൽ നിന്ന് താഴെ ടെറസിൽ നിന്ന് താഴെ ടൈൽസ് വീഴുന്ന ആളിൻ്റെ എത്ര അസ്ഥി ഒടിയണം? ഒരു 10-20 അസ്ഥി ഒടിയേണ്ടതാണ്. അവൻ പറഞ്ഞത് എന്നെ 3 സ്ഥലത്ത് വെച്ച് മാതാവിനെ താങ്ങിയെന്നാണ് പറയണത്. അതുകൊണ്ടാണ് അവനെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തണ പോലെ ഇരുത്തിയത്. അവർക്കൊരു നോട്ട് കൊടുത്തതാണ്. നീ തീക്കട്ടയെ ഉറുമ്പരിക്കരുതെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് സ്വന്തം വയറ്റിപ്പഴപ്പിന് വേണ്ടി സുവിശേഷത്തിന് ദുർവിനിയോഗിക്കരുത്, ഒരു നോട്ട് കൊടുത്തതാണ്. അതുകൊണ്ടാണ് സത്യമല്ല അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 4:28 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 4:23. യോഹന്നാൻ 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അപ്പോൾ ആരാധനയ്ക്ക് 2 വശങ്ങളാണുള്ള. ഒന്ന് ആത്മാവിലും, രണ്ടാമത്തത് സത്യത്തിലും. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്ത്? നിങ്ങൾ ഉടനെ ഭാഷാവൃത്തി ആരാധിക്കുകയാണെന്ന് പറയും. അതങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശുശ്രൂഷിക്കുന്നവർ കർത്താവിൻ്റെ വചനം. ഇപ്പോൾ 1 പത്രോസ് 4:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ആത്മാവിൽ ശുശ്രൂഷിക്കട്ടെയാണ്. ദൈവത്തിൽ നിന്നുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്നുള്ള ശക്തി. ഇപ്പം നടപടി പുസ്തകത്തിന് 1:8 എടുത്ത് 1:4 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ആത്മാവിന് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ശക്തിയിലുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അവർക്ക് നടന്നാലേ അവർ തളരത്തില്ല. കുറേ കാര്യങ്ങൾ ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം
ഒത്തിരിയേറെ പറയുന്നുണ്ട്. അവർ നടന്നാൽ ക്ഷീണിക്കത്തില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 40:31. യെശയ്യാ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. നടന്നാൽ തളരുകയുമില്ല. അപ്പോൾ ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം. ചില ആൾക്കാർക്ക് ക്ഷീണിച്ചു, തളർന്നു, നിർത്തി, മതി എന്നൊക്കെ പറയുന്നില്ലേ? അതും മനുഷ്യാരൂപിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് അങ്ങനെ പറയണത്. മനുഷ്യാരൂപിയിൽ. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ചോദിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺ ആകും. ഓഫർ ലെറ്റർ വന്നില്ല, വിസ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പത്രം കൊടുക്കാനൊക്കെ ഒരു മടിയാകും. എന്താ കാര്യം? നിങ്ങൾ പത്രം കൊടുത്തു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു, പക്ഷെ അത് മനുഷ്യാരൂപിയിലാണ്, ദൈവാരൂപിയിലല്ല. ശുശ്രൂഷിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 യോഹന്നാൻ 1:10-4-11 എന്താ പറഞ്ഞത്? നിങ്ങൾ ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കട്ടെ. പറഞ്ഞേ. ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിന്റെ ശക്തി കൊണ്ട് ശുശ്രൂഷിക്കട്ടെ. അപ്പോൾ ഈ ആത്മാവിൻ്റെ ശക്തിയിലല്ല നിങ്ങൾ രോഗികളെ കാണാൻ പോയതും ജീവകാരുണ്യ പ്രവർത്തിച്ചതും മാനുഷികമായ ശക്തിയിലാണ്. അതുകൊണ്ടാണ് 3 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴും ഓഫർ ലെറ്റർ വരാഞ്ഞപ്പോൾ നിങ്ങൾ ഒടിഞ്ഞു പോയതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ആ വിഷയം ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ടല്ല, മാനുഷികമായൊരു വർക്കായിട്ട് ചെയ്തതാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തളരും. പക്ഷേ ഐസയ എന്താ എഴുതിയിരിക്കണം? 46:2. Take the word of God, read it again. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ശുശ്രൂഷ ചെയ്യുകയിലത്തെ ഒരു പത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെപ്പം തീരുമെന്നും പറഞ്ഞ് ചെയ്യണത് മനുഷ്യ പ്രവർത്തനം. മനസ്സിലായി? ഇതെപ്പം തീരും? ഈ 5 ഉണ്ട്, ഇതെവിടെ കൊടുക്കാനാണ്? ഇന്നൊക്കെ പിച്ചും പേയും പറഞ്ഞൊക്കെ ചില ഭ്രാന്തികൾ ചെയ്യത്തില്ലേ? അതാ മാനുഷ്യ പ്രവർത്തനം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോയുടെ ഒരു നിശ്വാസഗതി അറിയാമല്ലോ. ഈശോനെ വെറുതെ ഉറങ്ങിക്കിടക്കണ ഈശോനെ തട്ടി പിടിച്ചാൽ പറയും ടേക്കിംഗ് ട കാം. ഈ വെറുതെ ഉറങ്ങിക്കിടക്കണ കർത്താവിനെ ഒന്ന് തട്ടി വിളിച്ചാൽ, ശിഷ്യന്മാർ തട്ടി വിളിച്ചാൽ ഉടനെ ഈശോയുടെ നിശ്വാസങ്ങൾ എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അതാണ് സംഭവം. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ഇത് ചെയ്യണത്. നമ്മൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉടമ്പടിയിൽ IATS പാസ്സാകാനല്ല ചെയ്യണത്. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത് എന്തിനാണ്? ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തോടെ ഞങ്ങൾ ചെയ്യുമ്പോൾ ദൈവരാജ്യം ഞങ്ങളിലും സമൂഹത്തിലും യേശുവിന്റെ വചനത്തിന്റെ ഭരണക്രമങ്ങള് നിലവിൽ വരുന്ന സഭ പരിശുദ്ധാത്മാവിൽ വീണ്ടും നിറയപ്പെടുവാൻ ഞങ്ങളെ ഉപകരണമാക്കുന്നതിന് ഉടമ്പടിയുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സുവിശേഷം കൈമാറ്റത്തിനായി എന്നെ ശിഷ്യസ്ഥാനത്തേക്ക് ഉയർത്തിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ പ്രേക്ഷിത വേല ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ,
പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി എന്നെ ഉപയോഗിക്കണമേ. ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനായി എന്നെ ഉപയോഗിക്കണമേ. സാധാരണ ഒരു ഫംഗ്ഷൻ അല്ലാതെ ഒരു മിഷനായിട്ട് ചെയ്യണം. അപ്പോഴാണ് ദൈവകൃപ നമ്മളിലേക്ക് വരുന്നത്. സാധാരണ എന്താ കാരണത്തിൽ ഉടമ്പടി ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ അത് എന്തുമാത്രം സത്യമാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ്? അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അത് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം. അമ്മിണി ശ്രീധരൻ്റെ പ്രശ്നം എന്താ? തൊടുപുഴ. എന്താ അവരുടെ പ്രശ്നം? അവർക്ക് ഒരു വസ്തു വിറ്റ് മാറിയാൽ മാത്രമേ സർവൈവ് ഉള്ളൂ, നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കൃപാസനം പത്രം കിട്ടിയ സമയം തൊട്ട് തന്നെ അവരുടെ മനസ്സിലൊരു ആന്തിപ്പുണ്ട്, ഒരു ആകർഷണം. എന്താണ്? എത്രയും വേഗം അമ്മയെ വന്ന് കാണണം. എനിക്ക് കണ്ട. അപ്പോൾ ആരോ കൊടുത്തൊരു കൃപാസനം പത്രമാണ്. അത് കൊടുത്തപ്പോൾ വെറുതെ ഇരുന്ന കല്ലുപോലെ ഇരുന്ന അമ്മിണി ശ്രീധരൻ്റെ ഉള്ളിലൊരു ആന്തിപ്പ് വന്ന്. എന്താണ്? എനിക്ക് അമ്മയെ കാണണം, എനിക്ക് അമ്മയെ കാണണം. അമ്മയെ കാണുമ്പോൾ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാകും. അത് സത്യമാണല്ലോ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്ന ആളെയാണല്ലോ അമ്മ ലോകത്തിന് കൊടുത്തത്. ആരാണത്? ഈശോ അല്ലേ? ഈശോയെക്കുറിച്ച് എന്നാ വചനം പറയണത്? യേശുക്രിസ്തു സകല വാഗ്ദാനങ്ങളും, ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഉടമ്പടിയുടെ ആണി വചനമാണ്. എന്താണ് സകല വാഗ്ദാനങ്ങൾ? ഏറ്റു പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഒന്ന് കൊരിന്ത്യസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അപ്പോൾ സകല വാഗ്ദാനങ്ങളുമാണ് മനുഷ്യന് ഈ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അവൻ്റെ സ്പിരിച്വാലിറ്റി അലൗകികമായ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കാൻ, അവൻ്റെ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെയും പദ്ധതിയുടെയും പേരാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2 കൊരിന്ത്യസ് 1:20 എന്താ പറയണത്? സകല വാഗ്ദാനങ്ങൾ. ഏറ്റു പറഞ്ഞ്, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോഴേ ഇങ്ങനെ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്ന, എല്ലാ ആവശ്യങ്ങളുടെ മേലും ആശ്വാസം ലഭിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുത്തതാരാണ്? മരിയൻ, അമ്മയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അമ്മിണി ശ്രീധരൻ എന്താ പറയണത്? അമ്മയെ കണ്ടാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും. അമ്മയുടെ പ്രശ്നം എന്താ? അമ്മയുടെ പ്രശ്നം സീരിയസ് പ്രശ്നമാണ്. കാര്യം അവരുടെ വസ്തു ഒരു 300 പേര് വന്ന് കണ്ടു പോയിരിക്കുക. 300 പേര് നിൽക്കെ ഒരു വസ്തു വിൽക്കാതെ അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, കടമാണ്. അപ്പം കടക്കാർ കഴുത്തിന് പിടിക്കണ ഒരവസ്ഥയിൽ ശ്വാസം പിടിക്കാൻ വേണ്ടി ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ പത്രം കിട്ടണത്. അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, നിങ്ങൾ പത്രം ഓരോ മനുഷ്യനെ കൊടുക്കുമ്പോൾ അവർ കടക്കാർ അവിടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ, അവർ ചാകാൻ വേണ്ടി പോകുമ്പോഴാണ് നിങ്ങൾ ഈ പത്രം കൊണ്ട് ചെല്ലണത്. എന്താ കാര്യം? അപ്പോൾ ആ പത്രം കിട്ടിയപ്പോൾ അവർക്ക് അമ്മയോട് ഒരു ആയിപ്പ് വന്നു, ഒരാകർഷണം വന്ന്. എന്താണ്? അമ്മയെ കണ്ട എൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകും. അപ്പോൾ അവർ അടുത്ത ഒരു സമയത്ത്, അവർക്ക് പറ്റിയ ഒരു സമയത്ത് അവരിവിടെ വന്നു. അവരിവിടെ വരുമ്പോൾ ഓർക്കണം, എന്താ പറയുക, അവർ എങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്ത് വിജയിപ്പിക്കാൻ പറ്റും? അതാണ്, എങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്ത്. ഈ ദൈവസ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നും. ദൈവസ്നേഹം ഇല്ലാതെ കാര്യത്തിന് മാത്രം പ്രസക്തമുള്ളവർക്ക് എങ്ങനെ ഇതിൻ്റെ പകുതി ചെയ്ത് ഇതിന് ദൈവത്തിൻ്റെ കണ്ണിൽ പൊഴിയിടാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെ ഉടമ്പടിക്ക് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ പകുതി ചെയ്യാൻ പറ്റും, പകുതി ചെയ്ത് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അമ്മിണി ശ്രീധരൻ ആ ടൈപ്പല്ല. അവർ കൊതിയോടുകൂടി വന്ന് ആർത്തിയോടുകൂടി ഉടമ്പടി ചെയ്ത് അവർ ആ ഉടമ്പടി പ്രകാരം എല്ലാം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവർ നടപ്പിൽ എഴുതുമ്പോൾ അന്ന് രാത്രി അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെടും.
എന്നിട്ട് അവിടെ എന്താ പറയണം, അവളോട് പറയണത്, നീ 17 പറഞ്ഞ ഡേറ്റ് കുറിച്ചിട്ടോ, അന്ന് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. 17 ഇന്നേക്ക് 17-ാം ദിവസം നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അമ്മണി ശ്രീധരൻ അമ്മ പറഞ്ഞതും കേട്ട് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് എണ്ണിയിരിക്കുകയാണ്. 17-ാം ദിവസം ഈ 300 പേര് വന്നിട്ട് എടുക്കാണ്ട് പോയ സ്ഥലം 17-ാം ദിവസം ഒരു മനുഷ്യൻ വന്ന് അഡ്വാൻസ് കൊടുത്ത് ആ സ്ഥലം എടുത്തുകൊണ്ട് പോയി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇത്രയും സത്യം ക്രിസ്റ്റൽ ക്ലിയർ, പകൽ പോലെ വെളിച്ചത്തോടാണ് ഉടമ്പടി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ അടുത്ത് പിന്നെ ഉടായ്പ് കാണിക്കരുത്. അപ്പോൾ നിങ്ങൾ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആവും. ഇത്രയും സത്യസന്ധമായിട്ട് ദൈവം ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാൾ സത്യമായിട്ട് ആണ് ശുശ്രൂഷ ഏർപ്പെടുന്നത്. അല്ലാതെ നിങ്ങളതിങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പപ്പായെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, മമ്മിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, ഞാനെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെയെങ്കിലും പകർത്ത് കൊടുക്കാൻ പറ്റുമോ, പകർച്ച കൊടുക്കാൻ പറ്റുമോ? സുവിശേഷ വേലയെ ദൈവസ്നേഹം ഇല്ലാത്തപ്പോഴാണ് നമുക്കിതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്ന്. അപ്പം നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ അസസ്മെൻ്റ് എന്താണ്? 5:42 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. ഒന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കേട്ടാൽ തീർന്ന പരിപാടി. നമ്മുടെ പരിപാടി പൊട്ടി. എന്താ ഇത്? ദൈവത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചൊരു അസസ്മെൻ്റ് കിട്ടാൽ, ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. വേറെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, ആനകൂലൊന്നും ദൈവം പറയത്തില്ല. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ദൈവം നമ്മൾ അസസ് ചെയ്യണം. എങ്ങനെയാണ്? നിങ്ങൾ ഈ ഉടമ്പടി സാമട്ടിലെ വാദപ്പനിക്കാരെ പോലെ ഈ പനി വന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം മടുപ്പായിട്ട് കഴിക്കത്തില്ലേ പനി വന്ന ആൾക്കാർ? അതുപോലെ നിങ്ങൾ മടുപ്പായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പനിയാണ്, ആത്മാവിന് പനിയാണ്. അത് ക്ലിയർ അല്ലേ? പനി വന്നിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം മടുത്തല്ലേ? അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, രോഗികളെ പോയി കാണണം, അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ സുവിശേഷ പ്രവർത്തനങ്ങൾ. ചില ആൾക്കാർ യൂട്യൂബിൽ സുവിശേഷം കാണും, പക്ഷെ ഷെയർ ചെയ്യത്തില്ല. അകപ്പാടെ ഈ ഒരു വിരൽ കൊണ്ടൊന്ന് നിൽക്കിയാൽ മതി, ചെയ്യത്തില്ല. അത് ചെയ്യാത്ത എന്താണ്? അവർക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹമില്ല. എന്തുകൊണ്ടാണ് യൂട്യൂബ് നിങ്ങൾ ഷെയർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് അത് നോക്കാത്തത്? എന്തുകൊണ്ടാണ് സാക്ഷ്യം ഷെയർ ചെയ്യാത്തത്? കർത്താവിന് മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കാത്തത്? ഈശോനെ മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിന്നെ അറിയാം. 5:42 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ടേക്ക് യോഹന്നാൻ 5:42. ഏറ്റു പറഞ്ഞ യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എൻ്റെ മക്കളെ, ഈ സുവിശേഷ വേലയുടെ തീ എന്ന് പറയണത് ദൈവസ്നേഹമാണ്. അപ്പോൾ ഇതിനില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റണത്? ഇതില്ല. ചില സമയത്ത് വിശ്വാസമില്ലാതെ വരും. ഇപ്പം ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഏത് എമ്പ്രാൻകുടിയാണെന്ന് പറഞ്ഞാലും വിശ്വാസം ഇല്ലെന്ന് തന്നെ ദൈവം പറയും. അതിപ്പോൾ ബിഷപ്പായാലും പോപ്പായാലും സ്നാപയോഹന്നാനോട് പോലും പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന്? സ്നാപയോഹന്നാനോട് പോലും ഈശോ പറഞ്ഞ് യു ഹാവ് നോ ഫെയ്ത്ത് എന്ന് പറഞ്ഞ്. ബൈബിൾ അത് മറച്ചു വെച്ചിരിക്കണത്. ബൈബിളിൽ ഇത് ഒക്കൾട്ട് വേടെന്ന് പറയും. നിഗൂഢ ഭജനമായിട്ട് സ്നാപയോഹന്നാനോട് ഈശോ പറഞ്ഞു യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ എന്നാ പറഞ്ഞത്. അതെങ്ങനെ? അത് ബൈബിൾ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം എന്താ? ഈ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരാണല്ലോ ഈ സംഭവം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് ടാക്ടിക്സിലായിട്ടൊരു ഒക്കൽട്ടാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്താ ഈശോ പറഞ്ഞത്? നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്ത് ആടുന്ന ഞാങ്കിണയെയോ? പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? അപ്പോഴ് മൃദുല വസ്ത്രം ധരിച്ചവരെയോ?
അവർ രാജകൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? പ്രവാചകനെയോ? ഞാൻ പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെന്നാണ്. പ്രവാചകനേക്കാൾ വലിയവനെന്ന് പറയുമ്പോഴും അടുത്ത വചനമുണ്ട് 11:11. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 11:11. ആ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് എന്താ സംഭവം? കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഭയങ്കര സൂപ്പർ പോസിറ്റീവ് ആണെന്ന്. ഇത് ബ്ലാക്ക് നെഗറ്റീവ് ആണ്. ഈ വേർഡ് ഓഫ് ഗോഡ് ബ്ലാക്ക് നെഗറ്റീവ് ആണ്. എന്നിട്ട് സ്നാപയോഹന്നാനെ കുറിച്ച് എന്താ കമൻറ്റ് ചെയ്തിരിക്കണേ ഈശോ? ഇത് എപ്പോഴാണ് ഈ കമൻറ്റ്സ് വരണത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, പറഞ്ഞേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പോൾ എവിടെയാണ് ഇത് ഈശോ ഈ കണക്ട് ചെയ്യണത്? ദൈവരാജ്യത്ത് 11:11 വായിച്ചേ. മത്തായി 11:11. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനില്ലേ, അവൻ ആരാണ്? അവൻ സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ ആരാ? ഇങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ ചെറിയവൻ ആരാണ്? വിശ്വസിക്കുക വഴിയാണ് ദൈവരാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കണത്. മർക്കോസിന്റെ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ് ദൈവരാജ്യത്തിലെ അംഗം. ഏറ്റവും ചെറിയവനെന്ന് പറയുന്ന ബേസിക് മെമ്പർ. ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ ആരാണ്? അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് യോഹന്നാൻ എന്ന് പറയുമ്പോഴേ അക്ക് ഫെയ്ത്തിലെന്നല്ലേ പറയണത്. അതല്ലേ പ്രശ്നം. അതായത് മർക്കോസിൻ്റെ 1:15 അനുസരിച്ച് അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ. ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് സ്നാപയോഹന്നാനെന്ന് മത്തായി 11:11 പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നാപയോഹന്നാന് സാധാരണ മനുഷ്യരെക്കാൾ വിശ്വാസം കുറവാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വരാതിരിക്കുന്നവൻ നീയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ്. വരാതിരിക്കുന്നവൻ നീയാണോ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ? അല്ലേ? ആ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാനാണ് ആ കാലത്ത് ക്രിസ്തുവായിരുന്നെങ്കിൽ സ്നാപയോഹന്നാൻ്റെ ചാപ്റ്റർ എടുത്ത് മാറ്റിക്കളഞ്ഞാണ്. എന്താ കാര്യം? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ 1:29 പറഞ്ഞ ആളാണെങ്കിൽ ആരാണ്? യോഹന്നാൻ 1:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഒരു കാലത്ത് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ ആളാണ്. എന്തെന്ന് പറഞ്ഞ്? ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈ ആളാണ് ജയിലിൽ കിടന്നപ്പോൾ കട്ടയമ്പടവും മാറിയത്. ജയിലിൽ ഇപ്പോൾ ഹെറോദീസ് പിടിച്ച് ജയിലിലിട്ടില്ലേ? ആ മുട്ടകടി കൊണ്ട് ഭക്ഷണ സമയത്ത് കിട്ടിയില്ലല്ലോ. മുട്ടകടി കൊള്ളുമ്പോഴും ഭക്ഷണ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് വിശ്വാസമുണ്ട്? അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ലാതെ 3 സമയത്ത് ആഹാരം കഴിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നീ യേശു ആനകൂനെ യേശുവെ സ്വസ്ഥം എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് പറയും ഇത് സൂത്രമാണെന്ന് പറയും. എന്താണ്? നിന്നെ തൊട്ട് കഴിയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തും. എൻ്റെ ദൈവ പൈതലേ, ഐ നോ യു ഹാവ് നോ ഫെയ്ത്ത് ഓഫ് ഗോഡ്, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. ഇപ്പം 4:12 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ യോഹന്നാനെ കുറിച്ച് പറയണത്. ഐ നോ യു, യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ. നിനക്ക് വിശ്വാസമില്ല. അത് യോഹന്നാൻ്റെ മുഖത്ത് നോക്കിപ്പോലും അങ്ങനെ പറഞ്ഞെങ്കിലേ
അങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്കൊരു വിശ്വാസരാഹിത്യം നമ്മൾ കാണിച്ചാൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ശുഷ്കാന്തി കുറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വിരൽ നമ്മുടെ നേരെ ചൂണ്ടും. ഐ നോ യു, യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ. നിനക്ക് വിശ്വാസമില്ല. ഐ നോ യു, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. നിനക്ക് ദൈവസ്നേഹമില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ. യോഹന്നാന്റെ മാന്താനയുടെ മേലും ജനക്കൂട്ടത്തിന്റെ മേലും ചൂണ്ടി അങ്ങയുടെ കൈകള് എന്റെ മേൽ ചൂണ്ടാതിരിക്കാൻ എന്നെ ദൈവസ്നേഹത്താലും വിശ്വാസത്താലും അഭിഷേകം ചെയ്തുകൊണ്ട് തീക്ഷ്ണതയോടെ ചൂടുള്ള സാക്ഷിയായി ലോകത്തിന് കൈമാറാൻ അപ്പോസ്തലന്മാരെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്ത് നിങ്ങൾ ചെയ്യുന്നുവെന്നല്ല. ചില ആൾക്കാർ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ എല്ലാം ചെയ്ത് കളയും. 2-3 ദിവസത്തിനുള്ളിൽ ഇതിന് ഉടമ്പടിയുടെ എല്ലാ പരിപാടിയും ചെയ്ത് മാറ്റും. അത് യാന്ത്രികമായിട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്താ കാര്യം? ആ ഉത്തരവാദിത്തം കഴിഞ്ഞല്ല. ആ ഉത്തരവാദിത്തം കഴിഞ്ഞു വെക്കാൻ. ഉടമ്പടി ഉത്തരവാദിത്തം എന്ന് പറയണത് ദൈവസ്നേഹത്താലാണ് നീ ചെയ്യണമെന്ന് ആദ്യം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. ദൈവസ്നേഹത്തിലാണോ ചെയ്യണത്? ദൈവവിശ്വാസത്തിലാണോ ചെയ്യണത്? കാര്യം എന്താ വെച്ചാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ യു വിൽ ബി ബ്രാൻഡഡ് ആസ് ആൻ അൺബിലീവർ. കർത്താവിൻ്റെ ഒരു രീതി എന്ന് പറയണത് നിങ്ങൾ എന്താണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഈശോ അത് പറഞ്ഞിരിക്കും. 2000 കൊല്ലം കഴിഞ്ഞാലും പറയും. നിങ്ങൾ എന്താണ് അതെന്താണെന്നുള്ളത് ഈശോ പറയും. ഈശോയുടെ ഒരു രീതി അതാണ്. ദൈവം സത്യമായതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അയ്യോ നമ്മുടെ ആളാണല്ല, കുറേ നാൾ നമ്മൾ ദൈവം എന്നെ വിളിച്ച് നടന്നതല്ലേ, അപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്തേക്കാനോ. യാക്കോബിനോട് കാണിക്കാത്ത കോംപ്രമൈസ് ദൈവം നമ്മോട് കാണിക്കുക ഇല്ലേ? യാക്കോബിനെ നാഥാനിയേൽ എന്താ ഒരു, അതായത് 1:47 യോഹന്ന 1:47 നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പൊ നാഥാനിയനോട് പറയണേ, നാഥാനെ കണ്ടപ്പോഴും പറഞ്ഞതാണ്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എന്തുകൊണ്ടാണ് നാഥാനിയൻ ആ ബ്രാൻഡ് ചെയ്തത്? അവൻ നിഷ്കളങ്കനാണെന്ന് പറയാൻ കാര്യം എന്താണ്? കളങ്കിതനായ ഒരു ഇസ്രായേൽക്കാരനുണ്ടായിരുന്നു. ആരാണ്? യാക്കോബ് കളങ്കിതനായിരുന്നു. എന്താ കാര്യം? കാപട്യം കാണിച്ചിട്ടാണ്. കളങ്കിതനാണെങ്കിൽ നീയെങ്കിൽ അങ്ങനെ ബ്രാൻഡായി കഴിഞ്ഞാൽ ഇപ്പം ഈ കഥ കർത്താവ് നാഥാനിയനെ കാണുന്നത് എന്നാളാണ്. യാക്കോബ് എന്ന് പറയുന്നത് എബ്രഹാത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിന് 2 മക്കൾ. ഇസഹാക്കിന് 2 മക്കൾ, യാക്കോബും യേശാവും ചേട്ടൻ്റെ അപ്പം മരിക്കാൻ നേരത്ത്, അതായത് ഇസഹാക്ക് അതിൻ്റെ പ്രായമായ കാലത്ത് ഇസഹാക്ക് മകനെ, നീയല്ലേ ആദ്യജാതൻ, ഞാൻ നിന്നെ ബ്ലെസ് ചെയ്യാം, അപ്പം ഗോത്രപരമായ ദൈവാനുഗ്രഹം നിനക്ക് കിട്ടും. നീ പോയി കാട്ടിൽ പോയി ഒരു മൃഗത്തെ പിടിച്ച് പാകം ചെയ്ത് കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കാമെന്ന് പറയും. അത് കേട്ട റബേക്ക, യാക്കോബിൻ്റെ അമ്മ, യേശാവിന് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് യാക്കോബിനെ ധരിപ്പിക്കും. എന്നിട്ട് വീട്ടിൽ നിന്നിരുന്ന് ആടിനെ കൊന്ന് പെട്ടെന്ന് യേശാവ് വരണമാകുമ്പോൾ തന്നെ യാക്കോബ് യേശാവിൻ്റെ ഉടുപ്പ് വിട്ട് ആടും ആട്ടിറച്ചിയും അതുപോലെ തന്നെ അപ്പവുമായിട്ട് കൊണ്ടുവന്ന് ഈ ഇസഹാക്കിന് മുമ്പ് വെക്കും. ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ യേശാവിൻ്റെ ഉടുപ്പ് മുഴുവൻ രോമവസ്ത്രമല്ലേ. അപ്പോൾ ഇസഹാക്ക് പറയും, ഇത് എൻ്റെ മകൻ യേശാവിൻ്റെ ഉടുപ്പാണിത്, വയലിലെ കർത്താവിൻ്റെ വയലിലെ മണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അന്ധനായിരുന്നു. അതുകൊണ്ടാണ് ഇവനെ പറ്റിച്ചത്. പക്ഷെ പറ്റിച്ച് യാക്കോബ് കഴിഞ്ഞുള്ള അവകാശം വാങ്ങിച്ചെടുത്തെങ്കിലും യാക്കോബ് മരിച്ച് 2000 കൊല്ലം കഴിയുമ്പോഴാണ് ഈശോ വരുന്നത്. ഈ 2000 കൊല്ലം കഴിഞ്ഞു ആ അന്നത്തെ കാപട്യം ബ്രാൻഡ് ചെയ്യപ്പെടും. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ അടുത്തൊക്കെ ഒരു കളി കളിച്ചാൽ തേച്ചാലും വായിച്ചാലും പോകത്തില്ല സാധനം. നാഥാനിയന് വരുമ്പോൾ കർത്താവ് പറയും,
ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൻ. പണ്ടൊരു കള്ളനുണ്ടായിരുന്നെന്ന് യാക്കോബ്. ഇസ്രായേലിന്, യാക്കോബിൻ്റെ പേര് ഇസ്രായേലൻ തന്നെയാണ്. അതുകൊണ്ട് നാഥാനിയലെ പറയുമ്പോൾ ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ. ഇവരിന് കളങ്കമൊന്നുമില്ല, ഒരു കളങ്കിതനുണ്ടായിരുന്നെന്ന്. യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവൻ കളങ്കിതനാണെന്നുള്ള കാര്യം കർത്താവ് മറച്ചു വെക്കുന്നില്ല. ദിസ് ഈസ് ജീസസ്. നിങ്ങൾ ഉടമ്പടി എടുത്ത് കളങ്കിതരാകരുത്. അതാണ്, ദാറ്റ്സ് മൈ പോയിൻറ്റ്. നിങ്ങൾ ഏതെങ്കിലും കണ്ണുകൊണ്ട് ഇരുട്ടുകൊണ്ട് വിട്ടടച്ചിട്ട് ഏതെങ്കിലും പകുതി ചെയ്യാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്നൊന്നും വിചാരിക്കരുത്. 10 കൊല്ലമല്ല 100 കൊല്ലം കഴിഞ്ഞാലും കർത്താവ് പറയും നിങ്ങൾ കളങ്കിതയാണെന്ന് പറയും. എന്തിനാ പ്രാർത്ഥിക്കുക? കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ആത്മാവിലും സത്യത്തിലും അങ്ങയെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വരം നൽകി അഭിഷേകിക്കണമേ. ശ്രദ്ധിക്കട്ടെ. കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ സത്യത്തിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ, ഇത് നമുക്കറിയാമല്ലോ, ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ലിഡിയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ നഴ്സാണ്. കോട്ടയം. എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം നമ്മുടെ യൂട്യൂബിലുണ്ട്, നോക്കിയാൽ മതി. ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ലൈറ്റ്നിങ് സ്പീഡിലാണ്, മിന്നൽ വേഗത്തിലാണ്. എന്നുവെച്ചാൽ ഇവർക്ക് കുറേ നാളായിട്ട് ഇവർ പഠിച്ച് നേഴ്സിംഗ് കോഴ്സൊക്കെ പാസ്സായിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടി ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല. കുറേ മാസമായിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല അവരാ. അവസാനം അവർ ഉപേക്ഷിക്കാം, ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചവർ. പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. അപ്പോഴാണ് ഇവർക്ക് ഉടമ്പടിയുടെ ലിങ്ക് കിട്ടുന്നത്. അവർ വിചാരിച്ച് ഉടമ്പടി എടുത്താൽ ചിലപ്പോഴാ മാതാവ് ഈ വിഷയത്തിന് മേൽ തീരുമാനമെടുക്കും. അപ്പോൾ അവർ വളരെ ആർത്തിയോടും സന്തോഷത്തോടും വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂവിനെ വിളിച്ച് വരാം. പെട്ടെന്നല്ല, ലൈറ്റ്നിങ് സ്പീഡാണ്. അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾ ഉഴപ്പുക, മര്യാദയ്ക്ക് ചെയ്യുക എന്ന്. അതാണ് പ്രശ്നം. ദൈവം മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഉഴപ്പുമോ മര്യാദയ്ക്ക് ചെയ്യുമോ എന്നർത്ഥം. ചെയ്യണമെങ്കിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുക, അതാ ദൈവസ്നേഹത്തോടെ ചെയ്യത്തില്ലേ, അതെല്ലാം കർത്താവിനറിയാം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, നിങ്ങളുടെ ആത്മാവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കർത്താവിൻ്റെ മേശപ്പുറത്താവും. അപ്പോൾ ഒരു ഫ്രോഡ് പരിപാടിയും നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് എന്താണ്, ഇവിടെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് കർത്താവ് മനസ്സിലായത് കാരണം ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇമെയിൽ മെസ്സേജ് വന്നു, യു ആർ കോൾഡ് ഫോർ എ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. ഇവൾക്ക് പകച്ചുപോയി എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് ഇവർ പ്രിപ്പയർ ആയിട്ടില്ല. ഇത് കിട്ടത്തില്ല, ജോലി പോയെന്നും പറഞ്ഞിരിക്കുകയല്ലേ. നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ വെള്ളത്തിലായെന്നും പറഞ്ഞങ്ങനെ എല്ലാ പ്രത്യാശയും കളഞ്ഞു കുളിച്ച് ഇരിക്കുക. അപ്പോൾ ഇത് പെട്ടെന്നിങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇവൾ ആപ്പടെ വല്ലാത്ത അവസ്ഥയായി. പക്ഷേ എന്നാലും ഇവൾ പറഞ്ഞ് ഉടമ്പടിയുടെ ഉറപ്പെന്നും പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല, ഉടമ്പടി എടുത്ത ഒരു ഉറപ്പ് മാത്രം വന്നു. എത്ര മനുഷ്യരാണ് അങ്ങനെ പറയണത്? വേറെ ഒന്നും കയ്യിലില്ല, കാലണ കാശില്ല, ആരും തരാനുമില്ല. ആപ്പടിലെ ഉറപ്പ് എന്താണ്? ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പ് മാത്രം. അത് എടുത്തിരിക്കണൊക്കെ ഒരു 1.5 എടുപ്പാണ് എടുത്തിരിക്കണത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പലരും എന്നെ വഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകണം? എന്താണ് ഞാൻ എൻ്റെ നിങ്ങൾ ദൈവമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ ആ സമയത്ത് തിരക്കിലേ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണ്ടേ? ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കുട്ടിയാൻ പറ്റും. ദൈവസ്നേഹം വേണം അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം അവിടെ ഇല്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാത്തവരാണ് പെട്ടെന്ന് അച്ഛനെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇടിച്ചു വെക്കണത്, ഇടിച്ചു തല്ലി വരണത്. അപ്പോൾ നമുക്കത് ഡൗട്ടാണ്, ഡൗട്ടാണ്. പക്ഷേ എനിക്ക് രോഗികൾ, ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ഡയാലിസിസ് രോഗിയൊക്കെ ഉണ്ട്. 10-20 പേരുണ്ടായിരുന്നു. ആ ഡയാലിസിസ് രോഗിയെ മാത്രം പ്രാർത്ഥിച്ചു. എന്താ കാര്യം? അവർ എമർജൻസിയിലുള്ളതാണ്, എമർജൻസി കേസ്. ആ കേസ് ഇപ്പോൾ എനിക്ക് എമർജൻസി കേസ് എടുക്കുമ്പോൾ എടുക്കും, വേറെ ഒന്നും ചോദിക്കത്തില്ല. അല്ല വേറെ വല്ലതും വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഉടമ്പടി റെഫ്റ്റ് ചെയ്യാൻ പറയും. കാര്യം വെച്ചാൽ നമ്മുടെ മുമ്പിൽ സത്യസന്ധമായ ഇത്രയും വലിയൊരു ദൈവികമായ പദ്ധതി കിടക്കുമ്പോഴേ
അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും കർത്താവിന് കാൽക്കാശ് ഗുണമില്ലാത്തവരാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാണ്. ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തവരാ. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? ദൈവം എന്നെപ്പോലെ ഒരാളെ അഭിഷേകിച്ച് ഇവിടെ നിർത്തിയതിന് ദൈവത്തിന് എന്തുമാത്രം മുടക്കമുള്ളത്. അപ്പോൾ കൈനനയാതെ ഒരു മനുഷ്യൻ ദൈവത്തെ അനുഭവിച്ചിട്ട് അവന് തോന്നിയ പോലെ ജീവിക്കാൻ ഞാൻ തന്നെ വിളക്ക് കാണിക്കണത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കാണത്തില്ല. ഞാൻ നിങ്ങളെ റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു, ഉടമ്പടി എടുത്ത് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു. കാര്യം ഇത് നമ്മൾ പറയുന്ന 6 കാര്യങ്ങളല്ല, ഉടമ്പടിയിൽ 6 കാര്യങ്ങളല്ല, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? ഇവർ പോയി ഇൻ്റർവ്യൂവിന്, ഇപ്പോൾ ലിഡിയ പോയി ഇൻ്റർവ്യൂ ചെയ്തു. പിറ്റേ ദിവസം പേടിച്ചും തല്ലും വിറച്ചും വേർത്തും ഒക്കെയാണ്. ഇവിടെ ഇവർക്കൊന്നും അറിയത്തില്ല, നല്ല ടച്ച് വിട്ട് പോയിരിക്കുകയാണ് പ്രൊഫഷനോട്. അപ്പുറത്താണ് ഇരിക്കണമെങ്കിൽ ഒരു സായിപ്പാണ് ഇരിക്കണത്. അയാൾ പറയണമെന്ന് ഇവർക്ക് മനസ്സിലാകണില്ല, ഇവൾ പറയണമെന്ന് അയാൾക്ക് മനസ്സിലാകണില്ല. അത് ഇൻ്റർവ്യൂ വിളിച്ചില്ലേ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് സീറോ മെരിറ്റാണ്. ഒരു മെരിറ്റും ഇല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയത്തില്ലേ നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയത്തില്ലേ, അത് ഉടമ്പടി വചനമാണ്. നോട്ട് ബൈ മെരിറ്റ്. നിങ്ങളുടെ മെരിറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ സീറോ മെരിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത്. പക്ഷേ ഇവിടെ ഉടമ്പടി ഡിസാസ്ട്രസ് ദുരന്തമായി മാറി. കാര്യം സംസാരിക്കാൻ പറ്റണില്ല, അയാൾ പറഞ്ഞ ഇങ്ങോട്ട് മനസ്സിലാണില്ല, ഇവിടെ പറഞ്ഞ അങ്ങോട്ട് മനസ്സിലാണില്ല. ഉടമ്പടി കുളമായി, ശരിക്കും ഉടമ്പടിയല്ല, ഈ ഇൻ്റർവ്യൂ കുളമായി. പക്ഷേ ഇവളെല്ലാം തകർന്ന് തരിപ്പണമായി വിഷമിച്ചിരിക്കുമ്പോൾ രാത്രി ഈ സായിപ്പ് വിളിക്കും, യു ആർ സെലക്ടഡ് എന്ന് പറയും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. വർഷം 36:8 പറഞ്ഞ വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. ഇപ്പൊ കാലത്തെ തുരിപ്പിക്കുക എന്നുള്ളത് വാഗ്ദാനമാണ്. കാലത്തെ തുരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം. ഇപ്പം സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്ന് 2 കൊരിന്ത്യർ 1:20 പറഞ്ഞില്ലേ. ഇപ്പം എന്താ പറയണത്? പ്രഭാഷകൻ എന്താ പറയണത്? 36:8 വാഗ്ദാനം അനുസരിച്ച് പറഞ്ഞ് വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ തുരിപ്പിക്കണമേ. അതാണ്, അതായത് സമയത്തെ ചുരുക്കണമെന്ന് അർത്ഥം. ഷോർട്ടണിങ്, ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നതാണ്. ടൈം ഷോർട്ടണിങ് ഇവിടെ മാത്രമല്ല വന്നിരിക്കുന്നത്. അതായത് സങ്കീർത്തനം 81:13 ശ്രുതികട്ടെ ഹല്ലേലൂയ. 81 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം ഉയർത്തുമായിരുന്നു. അപ്പോൾ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്തിരുന്നെങ്കിൽ. അപ്പം അവൻ പറയണ പോലെ ചെയ്യുക, അതുപോലെ തന്നെ കവനൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത് പറ്റുക? അതിവേഗം. നോക്കിയാൽ അതെ, ആ വാക്ക് ശരിയല്ലേ? അപ്പോൾ പ്രഭാഷകൻ്റെ സങ്കീർത്തനം 83:13 ഒന്ന് വായിച്ചേ. 81:13 ഒന്ന് വായിച്ചേ. 81:14 അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. അതായത് വാക്ക് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. ഇപ്പം ഇന്നലെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ഇറങ്ങിയിട്ടുണ്ട്. സിൽവർ ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തിളങ്ങുന്ന കളറുള്ള പേപ്പറാണ് ഉടമ്പടി. അതെന്താ? 4-ാം കൊല്ലമാണ് ഉടമ്പടി. ആൾക്കാർ 4-ാം കൊല്ലം ജീവിക്കുക. അവരുടെ അച്ഛനെ കാണാമെന്ന് ചോദിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, വേണ്ടെന്ന് പറയുമവർ. ഞങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ ദൈവം വേണ്ട കാര്യം ചെയ്യുന്നുണ്ട്, എമർജൻസി ഒന്നും ഇല്ലെന്ന്. അതാണ്. അപ്പോൾ ഉടമ്പടിയുടെ പച്ചപ്പേപ്പർ എടുത്തുകൊണ്ട് ഇതിന് ചുറ്റും വലം വെക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പച്ച കാണണമെന്ന് പറഞ്ഞ് ഒരു പരിപാടി ചെയ്തിട്ടില്ല. പത്രം അങ്ങോട്ട് വെച്ച പത്രം പോലും മറന്നു പോയിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അതായത് ഉടമ്പടി ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീരുമാനവും ഒരു ഇച്ഛാശക്തിയുമാണ്. അതല്ല ദൈവം പറഞ്ഞു, ഇസ്രായേൽ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. എന്ത് ശത്രുത ആയാലും
നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ഓപ്പോസിറ്റായിട്ട് വരുന്ന എതിരെ വരുന്ന എല്ലാ ശക്തികളെയും ദൈവം അതിവേഗമെന്നാണ്, അതിവേഗം. അപ്പോൾ ടൈം ഷോർട്ടണിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റാണത്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന സംഭവമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് ഇപ്പോൾ ഇവരുടെ ഈ സാക്ഷ്യം തന്നെ എടുത്താൽ മതി, അതിൻ്റെ അകത്ത് ലൈറ്റ് വെയ്റ്റനിങ് ഇല്ലേ. ഇപ്പം അമ്മിണി സ്ത്രീൻ്റെ സാക്ഷ്യം എടുക്കാം. എന്താ കാര്യം? അതായത് ഇപ്പോൾ 14 ജില്ലകളിൽ പത്രം കൊണ്ടുപോയ ചേച്ചിയുടെ സാക്ഷ്യമില്ല, പാലക്കാടുകാരത്തി. നമുക്ക് ഒരു 14 വീട്ടിൽ കൊണ്ടേ പത്രം കൊടുക്കാൻ പറ്റണില്ല ചില ആൾക്കാർക്ക്, ഭാരമാണ് അവർക്ക്. ഇങ്ങനെ ഈ 14 ജില്ലകളിൽ 14 കെട്ട് പത്രം വെച്ച് 2-3 പാര് ഉടുപ്പ് എടുത്തുകൊണ്ട് ഓരോ ബസ്സൊക്കെ നടക്കണത്. അവർ സിമ്പിളായിട്ട് ചെയ്യണത്, അവർക്ക് അഭിഷേകത്തിലാണത് ചെയ്യണത്, അഭിഷേകത്തിൽ ചെയ്യണം. അപ്പോൾ അവരുടെ ഭാരം കുറഞ്ഞ് പാരലഘുത്വം വരണത് ദൈവസ്നേഹം നിറയുമ്പോൾ അഭിഷേകത്തിലാണത് ചെയ്യണത്. 14 വീട്ടിൽ നമുക്ക് പത്രം കൊടുക്കാൻ പറ്റാത്തവരുടെ നമ്മൾ വാദപ്പനിക്കാരെ പോലെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്, അയ്യോ ആ വീട് കുറേ അകലെയാണല്ലോ, എങ്ങനെ പോകും, നാളെ പോയാൽ മതിയാന്നൊക്കെ പറഞ്ഞിട്ട് വാദപ്പനിക്കാർ ഉടമ്പെടുത്തിട്ടുണ്ടല്ലോ. അതാ സംഭവം. പക്ഷേ ഇത് 14 ജില്ലകളിൽ പോകണേ. 14 ജില്ലകളിൽ പുഷ്പം പോലെ ബസ്സിൽ കയറി, അടുത്ത ബസ്സിൽ കയറി അവിടെ കൊടുത്ത് ഇടുക്കിയിൽ നിന്ന് മലപ്പുറത്ത് വന്ന് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വന്ന് എന്തൊരു കെടുപ്പാണ് കൊടുത്ത് കളഞ്ഞത്. അതെന്താണ്? ഭയങ്കര ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിലെ അഭിഷേകമാണ്. എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറഞ്ഞില്ലേ. ദൈവം ഉടമ്പടിയുടെ ഭാരങ്ങൾ ലഘുവായിട്ട് തോന്നുന്ന സ്ഥലത്ത് ഉടമ്പടി അഭിഷേകമായിട്ട് മാറും. 11:30 മത്തായിയുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈ ചുമട്, ഉടമ്പടിയുടെ ചുമടൊരു ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അത് ലഘുവായിട്ട് തോന്നുന്നത് ദൈവസ്നേഹം അഭിഷേകമായി ലഭിച്ചു കഴിയുമ്പോൾ അവർ ഈസിയായിട്ട് അത് ചെയ്യാം. അപ്പോഴന്നെ ഈസിയായിട്ട് ആർക്കും ഉടമ്പടിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടതാണ്, പരിശുദ്ധാത്മ നിങ്ങൾ നിറഞ്ഞിട്ട് ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഉടമ്പടി ഉത്തരവാദിത്തം അറിയാൻ അഭിഷേകം. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തവർ ആ രോഗം മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കഴിക്കാൻ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ദൈവസ്നേഹമില്ലാത്തതാണ് പ്രശ്നം. അഭിഷേകം കിട്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ആ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിഷേകം മറ്റത് ചെയ്യാനുള്ള അഭിഷേകം മേടിക്കുകയാണ് ഈ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അഭിഷേകത്തോടെ പാരലഘുത്വം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി ഉത്തരവാദിത്തം നിറവേറ്റുവാൻ പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യോശുവയുടെ പുസ്തകം 24:13. യോശുവ 24:13. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. ഇത് ഒരു വാഗ്ദാനമാണ്. എന്താണ്? യോശുവ 24:13 വാഗ്ദാനമാണ്. സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെന്താ, നിങ്ങൾ ഇപ്പോൾ ഈ ലിഡിയയുടെ സാക്ഷ്യം എടുത്തേ. ലിഡിയയുടെ സാക്ഷ്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അധ്വാനിക്കാത്ത, അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ചെയ്തതെല്ലാം മുഴുവൻ ദുരന്തമായി പോയി ഇല്ലേ. പക്ഷേ ജോലി അവൾക്ക് കിട്ടി. അതിൻ്റെ വകുപ്പാണ് അത്. യോശുവ 24:13 അനുസരിച്ചാണ്. എന്താ കാര്യം? നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പിന്നെന്താണ് എഴുതിയിരിക്കണത്? പണിയാത്ത പട്ടണങ്ങളും. ഇവള് ഒന്നും ചെയ്തിട്ടില്ല, അവൾക്ക് ഗ്യാപ്പ് അടിച്ചിരിക്കുക. അതായത് ആ ടച്ച് വിട്ടുപോയി പ്രൊഫഷനുമായിട്ട്. പെട്ടെന്ന് നേരത്തെ സമയത്ത് വന്ന ഇൻ്റർവ്യൂ ആണ്, വന്ന സായിപ്പാണ്, പറയണ മനസ്സാകണില്ല, കേൾക്കണ മനസ്സാകണില്ല, ഒന്നും മനസ്സാകണില്ല. 0 മെറിറ്റ്. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പണിയാത്ത പട്ടണങ്ങളും. രാത്രി വിളിച്ച് പറയും നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കണമെന്ന്. അതാണ് അഭിഷേകം എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കട്ടെ. ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് അച്ഛൻ എൻ്റെ മക്കളോട് പറയണം, ഉടമ്പടിയിൽ ഇരിക്കുന്നവർ ഞാൻ പറയണതാണ്, ചില സമയത്ത് നമ്മൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചില ആൾക്കാർ നിർത്തിക്കളയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ അമ്മായിയപ്പന് രോഗം,
അത് അമ്മായിപ്പിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഉടനെ നാത്ത് എൻ്റെ കൊച്ചിനെ സൈക്കിളിൽ നിന്ന് വീണ് ഇല്ലേ, അതെല്ലാം കഴിഞ്ഞ് അത് ഭർത്താവ് കുടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കണ്ണക്കുറ്റിക്കിട്ട് കാച്ചി ആകെപ്പാടെ കുളമായി, മൊത്തം കുളമായി. ഭയങ്കര പരീക്ഷണം, എല്ലാവർക്കും ഉണ്ട് പരീക്ഷണം. ഉടമ്പടി എടുക്കുമ്പോഴും ഉണ്ട്, ഇല്ലെങ്കിലും ഉടമ്പടി എടുക്കാതിരുന്നാലും ഉണ്ട്. ജീവിതത്തിൻ്റെതായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് ശ്വാസം മുട്ടൽ രോഗമുണ്ട് ഇല്ലേ, എനിക്ക് ഫാൻ കുറച്ച് നേരം കെട്ടിക്കുമ്പോൾ ശരീരം ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. ഏത് സമയത്തായാലും കിഡ്നിയുടെ അസുഖമുണ്ട്. പല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല. പക്ഷേ എന്താ പ്രശ്നം, ഇത് ശുശ്രൂഷകളെ ഇതൊന്നും ബാധിക്കത്തില്ല. ഞാൻ കർത്താവെന്നും പറഞ്ഞ് 4 വയസ്സ് നടക്കുന്ന ആളാണ്, 4 വയസ്സ് മുതൽ നടക്കുന്ന ആളാണ്. അല്ലാതെ അച്ഛനായത് കൊണ്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കണമല്ല. 4 വയസ്സ് വരെ എല്ലാ വീട്ടിലൊക്കെ പോയി. ഇപ്പോൾ ഈ മാസം വണക്കമാണ്. ഈ മാസം വണക്കത്തിൽ ഞാൻ 8ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അവിടെ അയൽവാസികളുടെ വീട്ടിലൊക്കെ മാതാവിൻ്റെ വണക്കമില്ലാത്ത വീട്ടിലൊക്കെ പോയി വണക്കം ചൊല്ലിക്കൊടുക്കും. അപ്പോൾ ഞാനാണ് അവിടെ പഠിച്ചിട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ. അതുകൊണ്ട് 8ാം ക്ലാസ് വെച്ച് എല്ലാ വീട്ടിലും പോയി 2-3 വീട്ടിൽ സ്ഥിരം പോയി വണക്കം നടത്തി കൊടുക്കും 1 മാസം മുഴുവനും. അപ്പം അന്ന് പോലെ കർത്താവിൻ്റെ ജോലിയുള്ള ആളാണ്. അപ്പോൾ എന്താ ഞാൻ പറയണത്, ഇങ്ങനെ അന്ന് പോലെ ചെയ്തെങ്കിലും എൻ്റെ ജീവിത അവസ്ഥകളിൽ നിന്ന് കർത്താവ് ഭൗതികമായ ഒരു ആനുകൂല്യമോ സ്വസ്ഥതയോ സമാധാനമോ പ്രത്യേകമായി എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഡിസ്റ്റർബ്ഡ് അല്ല. എന്താ കാര്യം, എനിക്ക് കർത്താവിനെ അറിയാം, ശുശ്രൂഷ എന്താണെന്നറിയാം. അപ്പോസ്തലന്മാർക്ക് കൊടുക്കാത്തത് എങ്ങനെയാണ് ഞാൻ ചോദിക്കണത്. ഇങ്ങനെയുള്ള ക്ലേശകരമായ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശുശ്രൂഷ വിട്ട് കഴിഞ്ഞിട്ട് പാമ്പിനെ പോലെ എവിടെയെങ്കിലും ചുറ്റും അയ്യോ ഞാൻ ഈ ഉടമ്പടി മുഴുവൻ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ച ഉടമ്പടി എടുക്കാത്തവരെല്ലാം കാനഡയിൽ പോയതെന്ന് പറഞ്ഞ് ചുമ്മാ എന്നാൽ അവർ ചെമ്പരത്ത് കൂടി മേടിച്ച് തല വെച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മക്കളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കണമെന്ന് നോക്കിയേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആക്ട്സ് നടപടി പുസ്തകം 20:19 നടപടി 20:19. ശ്രുതിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:19 പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. അത് ആ വചനം ഒരിക്കലും മറന്നു പോകരുത്. അതിങ്ങനെ വലിയ അക്ഷരത്തിൽ വല്ല അടുക്കളയിൽ ഒട്ടിച്ച് വെക്കണം. അത് എന്താ കാര്യം എന്നറിയാം, കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കടലിലെ തിരകളെല്ലാം ഒഴിഞ്ഞ് ഇപ്പം നമ്മൾ എണ്ണയും തേച്ച് തീരത്ത് പോയി നിൽക്കുകയാണ്. രാവിലെ നിൽപ്പുണ്ട് അവിടെ ഒരുത്തൻ എണ്ണയും തേച്ചുണ്ട്. അവനോട് അപ്പോൾ ഒരുത്തൻ അവിടെ നടന്നു പോയാണ്. അപ്പോൾ എന്താണ് നിൽക്കണം, ഞാൻ കുളിക്കാൻ നിൽക്കുകയാണ്. ശരി, ഉച്ചക്ക് വരുമ്പോൾ ആൾ അങ്ങോട്ട് പോയി ആൾ തിരിച്ചു വരുമ്പോഴും കടലിലോട്ട് നോക്കി ഇവരിങ്ങനെ എണ്ണയും തിരിച്ച് നിൽക്കുകയാണ്. എന്താണ്ടാ നിൽക്കണത്, കുളിക്കാൻ നിൽക്കണം. എന്നിട്ട് കുളിക്കാൻ രാവിലെ നിൽക്കണ ആളല്ല, നീ എന്താ കുളിക്കാത്ത? അതിൻ്റെ തിര ഒന്ന് ഒഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കുകയാണെന്ന്. കടലിൽ പല പാട്ടിൽ കടലിലെ തിര ഒഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുക? ജീവിതത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടക്കുക? നെവർ, ഒരിക്കലും നടക്കത്തില്ല. അതാണ് സെൻറ്റ് പോൾ പറയണത്, യഹൂദന്മാർ എന്നെ തുണി ഉരിഞ്ഞെടുത്ത ആൾക്കാരാണ്. യഹൂദന്മാരെയും മനുഷ്യരെ എന്തെല്ലാം ചെയ്യുന്നറിയാമോ? കിട്ടണ വടനെ വെച്ച് തല്ലിയിട്ടുണ്ട് ഈ പൗലോസ് അപ്പോസ്തലൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനോട് പറയണത് നീ എഫേസോസിൽ പോകണ്ട, ജെറുസലേമിലേക്ക് പോകാൻ. അപ്പോൾ ജെറുസലേമിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ പോയി പൊട്ടടിക്കാനല്ല, അവിടെ കാത്തിരിപ്പുണ്ടെന്ന്. പീഡനങ്ങളാണ് അവിടെ കാത്തിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്താണ് 20:11 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. വായിച്ച മക്കളെ, പൂർണ്ണ വിനയത്തോടും കണ്ണീരോടും കൂടെ യഹൂദന്മാരുടെ ഗൂഢാലോചനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോട് ചേർന്ന് ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. പരീക്ഷണങ്ങൾ ഉള്ളപ്പോൾ ആ പരീക്ഷണങ്ങളോട് ചേർന്നാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്യണത്. ചിലപ്പോൾ ഭർത്താവ് വന്ന് വെള്ളം ഒഴിച്ച് നിങ്ങളെ തന്തയ്ക്ക് വിളിച്ച് കാണും, പക്ഷെ കുഴപ്പമില്ല. അത് ദൈവത്തിന് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത്രേ ഉള്ള കാര്യം. അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പെട്ടെന്ന് മദ്യപാനം നിന്ന് നമ്മൾ ഈ ഹെയർ ബ്രേക്ക് പോലെ ഒരു മനുഷ്യൻ്റെ മദ്യപാനം നിന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്താ കാര്യം അറിയാമോ? ആ ചേട്ടത്തി ഒന്നും ഏൺ ചെയ്തില്ലല്ലോ. ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നലത്തെ സാക്ഷ്യമാണ്. മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. 47 കൊല്ലം പരിചയമുള്ള നിലവിലുള്ള മദ്യപാനമാണ്. അതിങ്ങനെ എയർ ബ്രേക്ക് പോലെ അങ്ങ് നിന്നുപോയി.
പക്ഷെ എന്താ പറ്റി, ഒന്ന് മദ്യപാനം നിന്ന് കള്ളുകൂടി മാറി കാശ് കിട്ടി ചേട്ടത്തിക്ക് സാരി മേടിക്കാവുന്നല്ലാതെ വേറെ കഥ ഒന്നും ഇതിൻ്റെത്തില്ല. ആത്മാവിന് വേണ്ടുന്ന ഒരു കാര്യവും എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർക്കുള്ള ഗുണം എന്താണ്? ഈ രോഗങ്ങൾ വെച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോഴും ആത്മാവിൽ ഒരുങ്ങാനും അനുതാപത്തോടെ ജീവിക്കാനും വിശുദ്ധിയിൽ ഒരുങ്ങാനും, അത് പെട്ടെന്ന് വന്ന് നമ്മളെങ്ങനെയും ജീവിച്ച് വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ കർത്താവിൻ്റെ അടുത്ത് എത്തുക നമ്മൾ? എത്തത്തില്ല, ഒരിക്കലും എത്തത്തില്ല. അപ്പോൾ ഒരു രോഗം വരണമെന്നൊക്കെ പറഞ്ഞൊരു അനുഗ്രഹമാണ് ശരിക്കും. വന്നാൽ നമുക്കതനുസരിച്ച് ഒരുങ്ങാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. അപ്പോൾ ദൈവസ്നേഹമുള്ള മക്കൾ ദൈവത്തോട് നന്ദി പറയും. പരിപാലനയുടെ ഭാഗമായിട്ട് കിട്ടിയതാണല്ലോ എന്ന് ഓർത്തിട്ട് നീ ഒരുങ്ങുക എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് നമ്മൾ നന്ദി പറയും. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. അതാണ് യഹൂദന്മാരെന്നെ പറിച്ചുകീറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ അവരെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തോടു കൂടിയാണ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തതെന്ന്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങന്റെ കാര്യത്തിൽ ഇടപെടുന്നവരെ, രോഗമായാലും കടമായാലും ജോലിയില്ലാത്ത അവസ്ഥയായാലും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായാലും എന്റെ പരീക്ഷണങ്ങൾ എന്ത് തന്നെയായാലും നടപടി 20:11 അനുസരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് പോലെ എന്റെ പരീക്ഷണങ്ങളിലൂടെ ദൈവസ്നേഹത്തോടെ ദൈവവിശ്വാസത്തോടെ അങ്ങേ പരിചരിക്കുവാൻ ദൈവവേല ചെയ്യുവാൻ എനിക്ക് ശിഷ്യനെ അടുത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. ജെറമിയ 23:5 ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. ഇതൊരു പ്രവചനമാണ്, വാഗ്ദാനമാണ്. എന്താണ്? ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ എന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞതാണ്. രക്ഷകനെ കുറിച്ചുള്ള ഇമ്മാനുവൽ പ്രവചനങ്ങളുടെ ഒരു ഭാഗമാണിത്. ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനം ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനം ഒരു കവനന്റിൻ്റെ ഭാഗമാണ്. ഞാൻ കവനന്റിൻ്റെ ബലത്തെക്കുറിച്ച് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉടമ്പടിയുടെ ബലത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഉടമ്പടിയുടെ ബലമെന്ന് പറയണത് അതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏത് വേരിൽ നിന്നാണെങ്കിൽ പോലും ശാഖ മുളക്കും. ഐസയ 11:5. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 11:5. ശ്രുതികട്ടെ. ഏശയ്യ 11:5 നീതിയും 11:1 ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോനെ കുറിച്ച് പറയണതാണ്. ഈശോനെക്കുറിച്ച് പറയുന്ന ഈ ഐസയ പ്രവചനം 11:1 എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 23:5 ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജെറമിയായുടെ. അതായത് ദൈവം ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വേര് മാത്രമാണെങ്കിലും തായ്തടിയൊന്നുമില്ല, ശാഖയുമില്ല, സഹായിക്കാനും ആരുമില്ല, നോക്കാനും തിരക്കാനും ഒന്നുമില്ല. വിശ്വാസത്തിൻ്റെ ഒരു വേര് മാത്രം നിൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസമാണ് വാഗ്ദാനങ്ങളെ വിശ്വസിക്കണത്. ആ വിശ്വാസത്തിൻ്റെ വേര് തന്നെയാണ് ഉടമ്പടി പ്രകാരം നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ഒരു കവനൻ്റെ ഒരു നേച്ചറാണ്. അതായത് തായ്തടിയൊന്നും വേണ്ട, ശാഖയൊന്നും വേണ്ട, ഒരു വേരുണ്ടായാൽ മതി. കവനൻ്റെ ആ വേരിൽ നിന്ന് നിൻ്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. ഒരു വിശ്വാസത്തിൻ്റെ വേര്, അല്ലെങ്കിൽ ചെറിയൊരു സാധ്യത. നീ അത് ഉപേക്ഷിച്ച് കളഞ്ഞതാകാം. ഇപ്പം 13 വർഷമായിട്ട് ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരില്ലേ. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഒറ്റ ഉടമ്പടിയിൽ അവരുടെ ജീവിതം മുഴുവനും ഈ 13 കൊല്ലത്തെ ജീവിതം. ഇപ്പം ചിലർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയും. എന്താ കാര്യത്തിൽ അവർ എല്ലാം ചെയ്ത ആൾക്കാരാണ്. എന്താണ്? അവർ ട്രീറ്റ്മെൻറ്റിന് പോയി, മക്കളില്ല. IUI എടുത്തു, മക്കളില്ല. IUF എടുത്ത്, മക്കളില്ല. ഇനി ഉണ്ടാവത്തെന്ന് ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞു.
അപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കുവേ, യൂട്രസ് എടുത്ത് മാറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ യൂട്രസ് ഉണ്ട് അച്ഛാ എന്ന് പറയും. അതാണ് വേരെന്ന് പറയണത്. IUI എടുത്ത് IVF എടുത്ത്, പക്ഷേ അതേസമയം തന്നെ മക്കളുണ്ടാകത്തില്ല, ഭർത്താവിന് ബീജത്തിന് ഓട്ടമില്ല, അതുപോലെ തന്നെ കൗണ്ടില്ല, അതുപോലെ തന്നെ വൈഫിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയെങ്കിലും കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ വാഗ്ദാന പ്രകാരം എൻ്റെ മക്കളെ എന്തെങ്കിലും ഒരു സാധ്യത, നീ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയാണ് ജെസ്സയുടെ നിന്നെ സംബന്ധിച്ചുള്ള വേരെന്ന് പറയണത്. ആ വേരിൽ കർത്താവ് ശാഖ മുളപ്പിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അത് ഉടമ്പടി നിവൃത്തിയാക്കുന്നതാണ്. നിന്നെ സാക്ഷ്യമാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശ്രുതികട യോഹന്നാൻ 21:5. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. 21:6 എടുത്തേ. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ വചനത്തിൻ്റെ ഘടന നോക്കണം. എന്താണ്? യേശു വെളുപ്പാൻ കാലത്ത് അപ്പോസ്തലന്മാരുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യും. കർത്താവിനറിയാമേ രാത്രിയാണ്, രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടതാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വരണത്. അപ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? ജോലിയില്ലേ, വീടില്ലേ, വിവാഹം നടക്കണില്ലേ, കുഞ്ഞുങ്ങളില്ലേ, വീട്ടിൽ തല്ലാണ്, നിങ്ങൾ ഡൈവേഴ്സിലാണ്, ഡൈവേഴ്സ് ആകാൻ പോവുകയാണ്, അമ്മയമ്മയും നത്തിന് ഒരു സൈഡ് നിൽക്കണം, നിങ്ങളെ പുറത്താക്കാൻ പോവുകയാണ്. എല്ലാം കർത്താവിന് അറിയാം. എവരിത്തിങ് അറിയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം ഈശോയ്ക്ക് അറിയാം. അപ്പം അറിഞ്ഞാലും ആ ഇല്ലായ്മയിൽ നിന്ന് ഒരു കൃപാസനം ഉണ്ടാക്കും ദൈവം. കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് കൃപാസനം. സ്പേസ് ഓഫ് ഗോഡ്. ഒരു സ്പേസ് ഓഫ് ഗോഡ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇല്ലായ്മയിൽ. അപ്പോൾ ഈശോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും ഉണ്ടോ? അപ്പോഴവരെന്താ പറയണത്? ഇല്ല. ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഈ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ഇല്ലായ്മയിൽ നിന്ന് ലോകം മുഴുവനും ഉണ്ടാക്കിയ ഒരു വചനം പ്രവർത്തിക്കാൻ പറ്റിയ പോസിറ്റീവ് ക്ലൈമറ്റാണത്. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരില്ലെന്ന് പറഞ്ഞതല്ല, കൈ കാഴ്ചവെച്ചുകൊണ്ടില്ലെന്ന് പറയത്തില്ല, അതല്ല, കള്ളത്തരം, അതല്ല. മറിച്ച് സത്യസന്ധമായിട്ട് ഇല്ല എന്നൊരു സിറ്റുവേഷനാണ് നിനക്കുണ്ടെങ്കിൽ അത് ഒരു ദൈവത്തിൻ്റെ ഒരു സ്പേസാണത്, സാധ്യത. അപ്പോൾ ഈശോ എന്താ പറയണത്? ഇല്ല എന്നവർ പറഞ്ഞില്ലേ? മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന്. ഇപ്പം നിങ്ങളോട് ചോദിക്കും, ജോലിയുണ്ടോ, മക്കളുണ്ടോ, സമാധാനമുണ്ടോ? അപ്പോൾ നിങ്ങളെന്താ പറയാൻ പോണത്? ഇല്ല എന്ന് പറയും. ഇല്ല എന്ന് പറഞ്ഞാൽ ഈശോ ചോദിക്കും, വലതുവശം ഉണ്ടോ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇല്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത ചോദ്യം എന്താണ്? വലതുവശമുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വശമുണ്ടോ, വിശ്വാസത്തിൻ്റെ വശമുണ്ടോ, അതാ ചോദ്യം. ദൈവത്തിൻ്റെ വശമുണ്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ത് പറയണം? ഉണ്ടെന്ന് പറയണം. എന്നാൽ പിന്നെ കർത്താവ് പറയും, അവിടെ വലയിറക്കാൻ പറയും. നിങ്ങൾ ഓർക്കണം, അപ്പോസ്തലന്മാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്താ ചിന്തിച്ചിരിക്കണത്? കർത്താവ് അപ്പോസ്തലന്മാർ പറയണത് രാത്രി മുഴുവനും സിറ്റുവേഷൻസ് അതാ. വെളുപ്പിനല്ലേ വരണത്, വെളുപ്പിനല്ലേ. നമ്മൾ ലൂക്ക 5:5 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ. ലൂക്ക 5:5. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സിറ്റുവേഷൻ സെയിം. ലൂക്ക 5:5 രാത്രി മുഴുവൻ അധ്വാനിച്ച ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻ തന്നെയാണ് യോഹന്നാൻ 21:5 രാത്രി മുഴുവൻ അധ്വാനത്തിന് വെളുപ്പിനാണ് ഈശോ വരണത്. അപ്പോൾ അവർ പറയും, രാത്രി മുഴുവൻ അധ്വാനത്തിന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നാൾ പല പല ഓഫർ ലെറ്റർ വന്ന്, പല പല ഇൻ്റർവ്യൂവിന് പോയി, പല പല പരീക്ഷയ്ക്ക് പോയി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അത് പഴയ കഥയല്ല, പുതിയ കഥയാണത്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? വലതുവശം ഉണ്ടോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. വലതുവശം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വശമുണ്ടോ, വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്ത് വലയിറക്കാൻ പറയും. അപ്പോൾ പത്രോസ് സ്രാങ്കല്ലേ,
സാങ്ക് പറയും ഒരു മീനും കാണാതെ എന്തിറക്കിറക്കാനാണെന്ന് ചോദിക്കും. പക്ഷേ പത്രോസ് ചോദിച്ചില്ല. കാര്യം എന്താണ്? മീനില്ലാത്തിടത്ത് കർത്താവ് വലയിറക്കാൻ പറഞ്ഞാൽ ഇറക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ മീൻ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിന്റെ ദൈവത്തിനാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ കിണറിന് ആൾക്കാർ ഈ സ്ഥാനം കാണത്തില്ലേ, വെള്ളം ഉണ്ടോ എന്ന് നോക്കത്തില്ലേ. അപ്പോൾ ഒരു തേങ്ങയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുമല്ലോ ചില ആൾക്കാർ. തേങ്ങ കറങ്ങണ കണ്ടില്ലേ? വെള്ളമുള്ള സ്ഥലത്ത് വരുമ്പോൾ തേങ്ങ കറങ്ങി ഈ മനുഷ്യനെ ഉരുട്ടി താഴെ ഇടും, വെള്ളമുള്ള കറണ്ടുള്ള സ്ഥലത്താണെങ്കിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പണ്ട് പാരമ്പര്യപ്രകാരം വെള്ളം കാണുന്നൊരു പരിപാടിയാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ കിണർ കുത്തത്തുള്ളൂ. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന ചില സമയത്ത് ഇല്ലാത്ത വെള്ളത്തിൽ മുങ്ങണ പരിപാടിയാണ്. മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ? മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇല്ല. എങ്ങനെ? രാത്രി മുഴുവൻ അധ്വാനത്തിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പിന്നെ എന്താ പറയണത്? പത്രോസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. കവനൻ്റാണ്, ഉടമ്പടിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇനി എൻ്റെ അധ്വാനത്തിൻ്റെ വലതുവശം നോക്കുകയാണ്. വിശ്വാസത്തിൽ ഉടമ്പടി ഒരു വലതുവശത്ത്, മീൻ കാണാതെ വലതുവശത്ത് വലയിറക്കണ സൂത്രമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊരു സാങ്കല്പികമായിട്ട് പറയണമല്ല, ഞാൻ സാങ്കല്പികമായിട്ട് പറയണമല്ല, ഞാൻ ജീവിക്കുന്ന ഒരു ജീവിതമാണത്. പണ്ട് എന്നോടൊരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞേ, അച്ഛാ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പിന് ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സീനിയർ ഫെലോഷിപ്പ് കേരളത്തിൽ 2 പേർക്ക് കിട്ടും. കേരളത്തിൽ 2 പേർക്ക്, എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ 2 പേർക്ക് കിട്ടും സീനിയർ ഫെലോഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊല്ലം തോറും ഗവൺമെൻറ് സബ്ജക്റ്റ് മാറ്റും. അപ്പോൾ കൾച്ചറിൽ കിട്ടും, സയൻസിൽ കിട്ടും, മാത്തമാറ്റിക്സിൽ കിട്ടും, കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് കിട്ടും. കൾച്ചറിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളവർ, മാത്തമാറ്റിക്സിൽ പുതിയ തിയറങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവർ, ഫിസിക്സിൽ പുതിയ സൊല്യൂഷൻ, കെമിസ്ട്രിയിൽ പുതിയ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളവർ, അങ്ങനെ ഓരോ കോൺട്രിബ്യൂഷൻ ഉള്ളവർക്ക് സീനിയർ ഫെലോഷിപ്പ് കിട്ടും. കേന്ദ്ര ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പാണ്. അത് നമ്മുടെ ഒരു പ്രോജക്റ്റാണ്. 2.5 ലക്ഷം രൂപ കിട്ടും. നമ്മൾ പ്രോജക്റ്റ് എല്ലാ മാസവും ഡൽഹി സമർപ്പിക്കണം. അങ്ങനെ തിരഞ്ഞെടുത്ത അതൊരു കേരളത്തിൽ നിന്ന് മൊത്തം ഓരോ സ്റ്റേറ്റിന് പോരുന്നതാണ്. കേരളത്തിൽ നിന്ന് ഒരു 10-100 പ്രോജക്റ്റുകളുണ്ടാകും. അപ്പോൾ ഞാൻ മനോരമ നോക്കിയപ്പോൾ ഫിസിക്സിനാണ് വിളിച്ചിരിക്കുന്നത് സീനിയർ ഫെലോഷിപ്പ്. എനിക്ക് ഫിസിക്സുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് ബന്ധമുള്ളത് സാംസ്കാരിക കലാ പൈതൃകങ്ങളാണ്. അപ്പോൾ ഉടനെ ഫിസിക്സിന് വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഫിസിക്സ് ഒന്നും അറിയാൻ പാടില്ല, എനിക്കറിയാവുന്ന സംഭവം ഇതാണ്, ഈ സാംസ്കാരിക കലാ പൈതൃകങ്ങൾക്ക് ഒരു എൻസൈക്ലോപ്പീഡിയ എഴുതണം. അപ്പോൾ എൻസൈക്ലോപ്പീഡിയ പ്രോജക്റ്റ് ഞാൻ വിടാൻ പോവുകയാണ്. ബാക്കിയുള്ള അമ്മ നോക്കാൻ പറയും. അപ്പോൾ നിങ്ങളാണ് വിടത്തില്ല, നിങ്ങളറിയാം ഇത് ബുദ്ധിയില്ലാത്ത പണിയല്ലേ. ഫിസിക്സിന് ചോദിക്കുക വല്ല മണ്ടന്മാരും ചവിട്ടുകാടാതിന് വിടുക. അതാണ് നോട്ട് സെൻസ്. പക്ഷേ എനിക്കത് സെൻസാണ്. കാര്യം ഞാൻ വിശ്വാസിയാണ്. എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് മീൻ കണ്ടിട്ടല്ല പറഞ്ഞത് വലതുവശത്ത്. കർത്താവ് പറഞ്ഞു ദേ മീൻ കാണുന്നത് അത് വലതുവശത്ത് വലയിടണമെന്നാണ് പറഞ്ഞത്. മീൻ കണ്ടില്ല, വലതുവശം കർത്താവ് പറഞ്ഞ് ഇട്ടു. അവിടെ മീൻ കൊണ്ടുവരേണ്ട ചുമതല ആരുടേതാണ്? പറഞ്ഞവൻ്റെ ചുമതലയാണ്, നമ്മുടെ ചുമതല അല്ല. ഞാൻ ഫിസിക്സിന് പകരം ചവിട്ടുകാടത്തിന് പ്രൊജക്റ്റ് വിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാടത്തെ ഒരു ആളിനും എനിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ 10-17 വർഷം ആ പ്രോജക്റ്റ് 5 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഞാൻ തീർത്തു കൊടുത്തെങ്കിലും അതിൻ്റെ ബാക്കി വർക്കുകൾ കേരളം മുഴുവൻ ചുറ്റി നടന്ന് ചെയ്യണമെങ്കിൽ എനിക്ക് 10-14 കൊല്ലം വേണ്ടി വന്നു. ഞാൻ ചെയ്തു. അത് കേരള ഫോക്ലോർ അക്കാഡമി പ്രസൻറ്റ് ചെയ്തു. അവരത് എൻസൈക്ലോപ്പീഡിയ പ്രസിദ്ധീകരിച്ചു. അത് കേരള സാഹിത്യ അക്കാദമി വാങ്ങിച്ചിട്ട് എനിക്ക് ഈ 3 വർഷത്തെ ഏറ്റവും നല്ല ബുക്കിനുള്ള അവാർഡ് കേരള സാഹിത്യ അക്കാദമി തന്നു. അപ്പോൾ അതെന്താ പ്രശ്നം? ഇത് അനുഭവമാണ്. വലതുവശം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ അച്ഛൻ ആകാശത്തില്ല. വിശ്വാസം ഒരു ജീവിതമാണ്, ഒരു നിലപാടാണത്. കർത്താവ് വലതുവശത്ത് മീനിനെ കണ്ടിട്ടില്ല, അപ്പോസ്തലന്മാരെ കണ്ടിട്ടില്ല. വലയിറക്കാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നിനക്ക് ഗ്യാപ്പാണ്, നിന്നെ ആരും എടുക്കത്തില്ല, അല്ലെങ്കിൽ നിനക്കിനി പഠിക്കാൻ പറ്റത്തില്ല. നിനക്കൊരു വേരുണ്ടാ. നിൻ്റെ വിദ്യാഭ്യാസം കുലച്ച് നശിച്ച് നാറാണക്കല്ലും പറഞ്ഞിനി പഠിക്കാനുമില്ല, പഠിപ്പിക്കാനും ആളില്ലെന്ന് വിചാരിച്ചോ. പക്ഷേ വിശ്വാസത്തിനൊരു വേരുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരം വേരിൽ നിന്ന് കർത്താവിൽ നിന്ന് ജീവിതം തളപ്പിച്ചെടുക്കുന്ന ദൈവമാണ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക.
മൗനമായിട്ട് കുറച്ച് നേരം ഈശോയെ നോക്കി മാതാവിൻ്റെ മധ്യസ്ഥത്തിന് നിൻ്റെ ഉടമ്പടി വിശേഷം ഈശോയോട് പറയുക. പ്രേക്ഷിത പ്രവർത്തനം ദൈവസ്നേഹത്തിൽ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജീവകാരുണ്യ പ്രവർത്തനം ദൈവസ്നേഹ വിശ്വാസമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ മേഖല ദൈവസ്നേഹം നിറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും മേഖലകളിൽ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തിഷ്ഠതയില്ലാതെ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തീയാൽ എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താരി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിന് അൾത്താരയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനയുടെ ബലത്താൽ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മുഴുവൻ വേദനകളെ ഈശോ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ ഏറ്റെടുക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയുടെ എല്ലാ മക്കളെയും ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഉടമ്പടി മുടങ്ങിപ്പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ, പരീക്ഷണങ്ങളുടെ വേലിയേറ്റത്തിൽ ഉടമ്പടി വേണ്ടത്ര നിർവഹിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അവർ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ സട്ടകുടഞ്ഞെഴുന്നേറ്റ് കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ പുലർത്തുവാൻ ആവശ്യമായ ആത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവ് ഡൈവേഴ്സിൻ്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡൈവേഴ്സിൽ അകപ്പെട്ട് ഒരു വെർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവൊന്നും നഷ്ടപ്പെടുത്താതെ ജീവിതം കരയേറ്റാനുള്ള ദൈവികമായ മാർഗങ്ങൾ അവർക്ക് കാണിച്ച് ഉപദേശിച്ച് കൊടുത്ത് അവരെ നിലനിർത്തി അവരുടെ കുടുംബത്തെ അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ദൈവിക ഉപായങ്ങളാൽ അവരെ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജോലിയില്ലാത്ത അവസ്ഥകൾ, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവർ, ഇവിടുന്ന് പണം അയച്ചു കൊടുത്തുകൊണ്ട് ജീവിതം അന്യനാട്ടിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ, അവിടെ വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ, അവിടെ തന്നെ താമസിക്കുന്നവർക്ക് പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബജീവിതമില്ലാതെ വിഷമിക്കുന്നവർ, ഒഴുക്കിനത്തൊഴുകിയപ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെ പകച്ചു നിൽക്കുന്നവരെ അവർക്കെല്ലാം പുതിയ വഴികളാൽ അനുഗ്രഹിക്കപ്പെടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
രോഗാതുരമായ കുഞ്ഞുങ്ങളെ ഓർത്ത് നെഞ്ചുപൊട്ടി വേദനിക്കുന്നവരെ, അവരുടെ ഗർഭവയറിലെ കർത്താവ് നിന്റെ തിരുമുറുവാനെന്ന് വലത് കരത്താൽ ഇപ്പോൾ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലെ കർത്താവ് നേരത്തെ ഡെലിവറി ആയിപ്പോകുന്ന സാധ്യതയുള്ളവർ, കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ തന്നെ ഗർഭദശ ഓട്ടിസം ഉള്ളവർ, പലതരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ വരാത്തവർ, കുഞ്ഞുങ്ങൾ ഗർഭവാസ തൂക്കമില്ലാത്തവർ, വളർച്ചയില്ലാത്തവർ, ശ്വാസനാളികളിലെ കുഴപ്പമുള്ളവർ, അമ്മ ശ്വസിക്കുന്ന കൊണ്ട് മാത്രം വയറ്റിൽ കിടന്ന് ശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ, അപകട മേഖലയുള്ളവർ, ജീവൻ അപായപ്പെടുന്ന അവസ്ഥ ഉള്ളവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ഗർഭിണിക വയറിനെ സ്പർശിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയും കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ. എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളും അച്ഛനെ വെളിപ്പെടുത്തി തരാൻ വേണ്ടി എന്നെ സമർപ്പിച്ച് നിങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവശതകളും ആത്മാവിൽ എന്നെ കാണിച്ചു തരണമേ കർത്താവേ. കർത്താവേ, ഒരു അറ്റാക്ക് കഴിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ അന്താളിപ്പുമായി ജീവിക്കുന്ന രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്, ഭാര്യ എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനെ പുരും എന്നൊക്കെ വിചാരിച്ച് വേദനിക്കുന്ന രോഗികളെ ഇപ്പോഴ് അമ്മ മാതാവ് ഈ അൾത്താരെ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷങ്ങളുടെ സത്യത്താൽ ഈശോയുടെ ശക്തി ആ കുടുംബങ്ങളിൽ, തകർന്നുപോയ കുടുംബങ്ങളിൽ, മരണത്തോട് മല്ലടിക്കുന്ന വ്യക്തികളിൽ യേശുവിൻ്റെ ശക്തി നിവേശിക്കട്ടെ. യേശുവിൻ്റെ ശക്തി കിഡ്നി രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഒരു ദിവസം ഒരാഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നവർ, അവരെല്ലാം സ്പർശിക്കണമേ. അവരുടെ കിഡ്നികളെ ഈ നിമിഷം പൂർവാവസ്ഥയിൽ ആരോഗ്യത്തോടെ കൊണ്ടുവരണമേ. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, മുതുകിന് വേദനയുള്ളവർ, ഹൃദയത്തിന് തകർച്ചയുള്ളവർ, മുറിവുകളുള്ളവർ, പല പ്രാവശ്യത്തിലുള്ള ശ്വാസം മുട്ടലുള്ളവർ, ആന്തരികമായ ബ്ലോക്കുകളുള്ളവർ, അവരെല്ലാവരെയും സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്ന. പതിരയിൽ രക്തോട്ടമില്ലാത്തവർ, പതിരയിൽ ഔഷധം സ്വീകരിക്കാത്ത പതിരകൾ, ഔഷധം സ്വീകരിക്കാത്ത ശ്വാസകോശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. അടിപ്പിടർ പോലെ കാലം പോലെ ദൈവികമായ ശക്തി, മാരക രോഗങ്ങൾ, വേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓപ്പറേഷൻ ചെയ്താലും മാറിയാലും പിന്നെയും വരുന്ന ശിക്ഷകളുണ്ട്. ജീവിതകാലം മുഴുവൻ പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ച് വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് കാരുണ്യത്തിൻ്റെ കൃപാസനം കുടീരങ്ങളിലെ അഭയം പ്രാപിക്കുന്നവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് വേവലാതി കൊള്ളുന്ന 10,000-കണക്കിന് അമ്മമാരുണ്ട്. അതിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുണ്ട്. അവർക്ക് പലർക്കും അറിയാം ഈ കുഞ്ഞി സുഖമാകത്തില്ലെന്ന്. പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട്, ഉടമ്പടിയിൽ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്ന്. ആ കുഞ്ഞുങ്ങളെ ചുമന്നാണ് കൃപാസാൽത്താരെ വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. എന്തോന്നിനാ കല്യാണം കഴിച്ചത്? എന്ത് വികലമായ നിമിഷത്തിലാണ് എനിക്ക് ആ പൊട്ടത്തരം തോന്നിയത്. ജീവിതത്തെ ശപിച്ച് കഴിയുന്നവരുണ്ട്. ഭർത്താക്കന്മാരുടെ തോന്നിവാസവും രഹസ്യമായ ജീവിതവും ഭാര്യമാരുടെ തട്ടിപ്പ് ജീവിതവും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ തകർന്നു പോയവരെ പുരുഷന്മാരുണ്ട്. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ
വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ മനസ്സും ശരീരവും ആത്മാവും തളർന്നു പോയവരുടെ മേൽ കർത്താവിൻ്റെ കൃപ മഴ പോലെ ചൊരിയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടി, അവർ ജീവൻ പ്രാപിക്കാൻ വേണ്ടി, അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. സോറിയാസിൻ്റെ അസുഖമുള്ളവർ, വെള്ളപ്പാണ്ടുള്ളവർ, ത്വക്ക് രോഗികൾ, തലയിൽ താരനും ചിരങ്ങും ചൊറിയും മാറാതിരിക്കുന്നവർ, ഉറക്കം വരാത്തവർ, ശരീരം ചൊറിഞ്ഞും മാന്തിയും ജോബിനെ പോലെ ഇരിക്കുന്നവർ, കിടന്നാൽ ഉറക്കം വരാത്തവർ, ഇരുന്നാൽ ഉറക്കം വരാത്തവർ, ശ്വാസം മുട്ടുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തുള്ളംകാലം മുതൽ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ രക്തത്താൽ അവർ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഓ ദിവ്യകാരുണ്യമേ, അസ്ഥിരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹന അപകടത്തിൻ്റെ പേരിൽ അസ്ഥികൾ നുറുങ്ങിപ്പോയവര്, ആശുപത്രിയിലോ വീട്ടിലോ കർത്താവേ പരാശ്രയത്തോടെ മലമൂത്രങ്ങളെല്ലാം കട്ടിലായിരിക്കുന്നവർ, ഒരു സഹായം പോലും ഇല്ലാതെ വിധത്തിൽ അവിടെ മുഴുവനും മലമൂത്രത്തെ മണം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ജീവിതം ദുർഗന്ധമായി തീർന്നവരെ, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി രോഗിയും വീട്ടുകാരും ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ, കർത്താവേ നിൻ്റെ മലാഖമാരപ്പം ആ മുറികളിലേക്ക്, രോഗികളുടെ മുറികളിലേക്ക് വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അകൃത്യങ്ങളും അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ആത്മശക്തിയാൽ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ ആ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. ശ്രദ്ധിക്കട്ടെ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,